ഇനി അടുത്തതായിട്ട് ഫ്ലവറിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചാണ് പറയുന്നത്. ഓക്കെ, ഫ്ലവേഴ്സിനെ ഡിഫറെൻ്റ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. സോ ഫസ്റ്റ് ബൈസെക്ഷൽ ഓർ ഹെർമാഫ്രോഡിറ്റിക് ഫ്ലവർ. നമ്മൾ ഹെർമാഫ്രോഡൈറ്റ്സ് എന്ന് പറയുന്നത് ബോത്ത് മെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗനും ഉള്ള ഓർഗാനിസത്തിനാണ്. അതുപോലെ ഹെർമാഫ്രോഡിറ്റിക് ഫ്ലവർ അല്ലെങ്കിൽ ബൈസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും പ്രസൻ്റ് ആയിട്ടുള്ള ഫ്ലവേഴ്സിനെയാണ്. ദീസ് ആർ ദി ഫ്ലവേഴ്സ് വിത്ത് ബോത്ത് ആൻഡ്രീഷ്യം ആൻഡ് ഗൈനീഷ്യം. എക്സാമ്പിൾ ആണ് ഹിബിസ്കസ്. ഇനി യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ്, അതായത് ആൻഡ്രീഷ്യം മാത്രമുള്ള ഫ്ലവർ ആയിരിക്കും, അല്ലെങ്കിൽ പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ്, അതായത് ഗൈനീഷ്യം മാത്രമുള്ള ഫ്ലവർ ആയിരിക്കും. ഇതിനെയാണ് യൂണിസെക്ഷൽ ഫ്ലവർ എന്ന് പറയുന്നത്. ഓൺലി ആൻഡ്രീഷ്യം ഓർ ഗൈനീഷ്യം പ്രസൻറ്റ്. അടുത്തതാണ് ഡൈക്ലാമൈഡസ് ഫ്ലവർ. ഡൈക്ലാമൈഡസ് ഫ്ലവർ എന്ന് വെച്ചാൽ ദി ഫ്ലവേഴ്സ് വിത്ത് ബോത്ത് നോൺ എസെൻഷ്യൽ ആൻഡ് എസെൻഷ്യൽ വോൾ. അതായത് എസെൻഷ്യൽ വോൾ, അതായത് ആൻഡ്രീഷ്യവും ഗൈനീഷ്യവും പ്രസൻ്റ് ആയിരിക്കും, പ്ലസ് നോൺ എസെൻഷ്യൽ വോൾ, അതായത് ഹാവിങ് ബോത്ത് കാലിക്സ് ആൻഡ് കൊറോള. കാലിക്സും കൊറോളയും പ്രസൻ്റ് ആയിട്ടുള്ളതിനെയാണ് ഡൈക്ലാമൈഡിയസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. മോണോക്ലാമൈഡിയസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കാലിക്സ് അല്ലെങ്കിൽ കൊറോള മാത്രമേ പ്രസൻ്റ് ആയിട്ടുണ്ടാവും. ഓക്കെ, ഫ്ലവേഴ്സിൽ ആദ്യം എസെൻഷ്യൽ വോൾസ് പ്രസൻ്റ് ആയിരിക്കും, സ്റ്റേമൻ അല്ലെങ്കിൽ ഗൈനീഷ്യം പ്രസൻ്റ് ആയിരിക്കും, ആൻഡ് പ്ലസ് നോൺ എസെൻഷ്യൽ വോളായിട്ട് ഒന്നെങ്കിൽ കാലിക്സ് അല്ലെങ്കിൽ കൊറോള മാത്രമേ ഉണ്ടാവൂ. സോ മോണോക്ലാമൈഡിയസ് ഫ്ലവേഴ്സ് ആർ ദി ഫ്ലവേഴ്സ് വിത്ത് എസെൻഷ്യൽ വോൾസ് ആൻഡ് വൺ നോൺ എസെൻഷ്യൽ വോൾ. ഓക്കെ, ഇതിനെയാണ് മോണോക്ലാമൈഡിയസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്തതാണ് പോളിഗാമസ് പ്ലാന്റും മോണോഗാമസ് പ്ലാന്റും. പോളിഗാമസ് പ്ലാന്റ് എന്ന് വെച്ചാൽ ഒരു പ്ലാന്റിൽ തന്നെ ബോത്ത് യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് പ്രസൻ്റ് ആണെങ്കിൽ അതിനെയാണ് പോളിഗാമസ് പ്ലാന്റ്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മാഞ്ചിഫറ, അതായത് മാവ് ഇങ്ങനൊരു പോളിഗാമസ് ആണ്. അതായത് പ്ലാന്റ്സ് ബിയറിംഗ് ബോത്ത് യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആർ കോൾഡ് പോളിഗാമസ് പ്ലാന്റ്സ്. സോ മോണോഗാമസ് പ്ലാന്റ് എന്ന് വെച്ചാൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ആബ്സെൻ്റ് ആയിരിക്കും, യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് മാത്രമായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. പ്ലാന്റ്സ് വിത്ത് ഓൺലി യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ആർ പ്രസൻറ്റ്. ഓക്കെ, പോളിഗാമസ് പ്ലാന്റ് എന്ന് വെച്ചാൽ ബൈസെക്ഷൽ ഫ്ലവേഴ്സും യൂണിസെക്ഷൽ ഫ്ലവേഴ്സും പ്രസൻ്റ് ആയിരിക്കും. മോണോഗാമസ് പ്ലാന്റ്സ് എന്ന് വെച്ചാൽ ഓൺലി യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അതായത് സ്റ്റാമിനേറ്റ് അല്ലെങ്കിൽ പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് മാത്രമായിരിക്കും പ്രസൻ്റ് ആയിട്ടുള്ളത്. അടുത്ത ക്ലാസിഫിക്കേഷനാണ് മൊണേഷ്യസ് പ്ലാന്റ് ആൻഡ് ഡയേഷ്യസ് പ്ലാന്റ്. ഓക്കെ, മൊണേഷ്യസ് പ്ലാന്റ് വെച്ചാൽ മോണോ മീൻസ് ഒരൊറ്റ പ്ലാന്റിൽ തന്നെ ആൻഡ്രീഷ്യം, അതായത് സ്റ്റാമിനേറ്റ് ഫ്ലവറും പിസ്റ്റിലേറ്റ് ഫ്ലവറും പ്രസൻ്റ് ആണെങ്കിൽ അതിനെയാണ് മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഒരൊറ്റ പ്ലാന്റിൽ തന്നെ സ്റ്റാമിനേറ്റ് ആൻഡ് പിസ്റ്റിലേറ്റ് ഫ്ലവർ പ്രസൻ്റ് ആണെങ്കിൽ അതിനെയാണ് മൊണേഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് കുക്കുർബിറ്റ, അതായത് ആ ഒരു ഫാമിലിയിൽ മത്തനൊക്കെ കാണാൻ ഒരു ലാർജ് ആയിട്ടുള്ള ഒരു മെയിൽ ഫ്ലവറും ഒരു കുഞ്ഞായിട്ടുള്ള ഫീമെയിൽ ഫ്ലവറും സെയിം പ്ലാന്റിൻ്റെ മേലെ തന്നെ കാണും. ഇനി ഡയേഷ്യസ് പ്ലാന്റ് എന്ന് പറയുന്നത് ദേ ഹാവ് ഡിസ്റ്റിങ് മെയിൽ ആൻഡ് ഫീമെയിൽ പ്ലാന്റ്സ്. എക്സാമ്പിൾ ആണ് പപ്പായൻ്റെ കേസിൽ മെയിൽ പ്ലാന്റും പ്രസൻ്റ് ആണ്, ഫീമെയിൽ പ്ലാന്റും പ്രസൻ്റ് ആണ്. അതുപോലെ തന്നെ ജാതിക്ക, നട്ട്മഗിൻ്റെ കേസിലും മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും പ്രസൻ്റ് ആണ്. ഇനി അടുത്തതാണ് സിമ്മെട്രി ഓഫ് ഫ്ലവേഴ്സ്. ഫ്ലവേഴ്സിൻ്റെ സിമ്മെട്രിയെ കുറിച്ചാണ് പറയുന്നത്. റെഗുലർ ഫ്ലവേഴ്സും പ്രസൻ്റ് ആണ്, അതുപോലെ തന്നെ ഇറഗുലർ ഫ്ലവേഴ്സും പ്രസൻ്റ് ആണ്. റെഗുലർ ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഇൻഡിവിജ്വൽ യൂണിറ്റ് ഓഫ് ഈച്ച് ഫ്ലോറൽ വോൾ ആർ യൂണിഫോം ഇൻ സൈസ്. അതായത് ഓരോ ഫ്ലോറൽ വോളും സെപ്പൽസ്, പെറ്റൽസ്, ഗൈനീഷ്യം, ആൻഡ്രീഷ്യം, സോ ഇതിൻ്റെ ഒക്കെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് എല്ലാം കാലിക്സ്, കൊറോള,
ആൻഡ്രീഷ്യം, ഗൈനീഷ്യം. സോ ഇതിൻ്റെ ഒക്കെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിൻ്റെയും സൈസ് സിമിലർ ആണെങ്കിൽ അതിനെയാണ് റെഗുലർ ഫ്ലവർ എന്ന് പറയുന്നത്. ഓക്കെ, ഹിബിസ്കസ് ഒരു റെഗുലർ ഫ്ലവർ ആണ്. ഓക്കെ, അതായത് ഇപ്പോൾ പെറ്റൽസ് നോക്കുകയാണെങ്കിൽ എല്ലാ പെറ്റൽസിനും സെയിം സൈസ് ആയിരിക്കും ഉണ്ടാവുക. സോ ഇതിനെയാണ് റെഗുലർ ഫ്ലവർ എന്ന് പറയുന്നത്. സോ ഇറഗുലർ ഫ്ലവർ എന്തായിരിക്കും? ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ഓഫ് ഫ്ലോറൽ വേൾഡ് അൺഈക്വൽ ഇൻ സൈസ്. ഓക്കെ, ഈ ഫ്ലോറൽ വേൾഡ്സിൻ്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനും അൺഈക്വൽ സൈസ് ആയിരിക്കും. എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ പെറ്റൽസ് ആണെങ്കിൽ ചില പെറ്റൽസ് വലുതായിരിക്കും, ചില പെറ്റൽസ് ചെറുതായിരിക്കും. സോ അൺഈക്വൽ സൈസിലാണ് ഈ ഫ്ലോറൽ വേൾഡ്സിൻ്റെ സബ് യൂണിറ്റ്സ് ഉള്ളത് എങ്കിൽ അതിനാണ് ഇറഗുലർ ഫ്ലവർ എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് ക്രോട്ടലേറിയ നമ്മൾ കാണുന്നൊരു ചെടിയാണ്. പിന്നെ ഒസിമം, ഇതൊക്കെയാണ് ഇറഗുലർ ഫ്ലവേഴ്സിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ഒസിമം എന്ന് വെച്ചാൽ തുളസി. ഇനി അടുത്തതാണ് ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സും സൈഗോമോർഫിക്കും. ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത് ദി ഫ്ലവർ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2 ഈക്വൽ ഹാഫ്സ് എലോങ് എനി പ്ലെയിൻ. നമ്മൾ ഇത് സ്റ്റാർ ഫിഷിൻ്റെ ഒക്കെ കേസ് പറയും ആക്ടിനോമോർഫിക് ആണെന്ന്. അതായത് ഏത് പ്ലെയിനിൽ വെച്ച് മുറിച്ചാലും നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് കിട്ടുകയാണെങ്കിൽ അതിനെയാണ് ആക്ടിനോമോർഫിക് എന്ന് പറയുന്നത്. ഓക്കെ, സോ എക്സാമ്പിളാണ് സ്പാത്തോഡിയം, കാന. ഓക്കെ, ഇനി അടുത്തതാണ് സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ കാനയും സ്പാത്തോഡിയം അസിമെട്രിക് ഫ്ലവേഴ്സിനാണ് എക്സാമ്പിൾ ആയിട്ടുള്ളത്. ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിനല്ല. ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ് നമ്മുടെ ഹിബിസ്കസ് പറഞ്ഞു. ഹിബിസ്കസിനെ നമുക്ക് ഏത് പ്ലെയിനിൽ മുറിച്ചാലും 2 ഈക്വൽ ഹാഫ്സ് ആക്കി മാറ്റാൻ പറ്റും. അതുപോലെ തന്നെ കത്തരാന്തസ്, ഷവന്നാറി, ഐപ്പോമിയ ഇതൊക്കെ ആക്ടിനോമോർഫിക് ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ്. ഇനി അടുത്തതാണ് സൈഗോമോർഫിക് ഫ്ലവേഴ്സ്. സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഒരൊറ്റ പ്ലെയിനിൽ കട്ട് ചെയ്താൽ മാത്രമേ 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ പറ്റത്തുള്ളൂ. സോ ഇതിനെയാണ് സൈഗോമോർഫിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ സൈഗോമോർഫിക് ഫ്ലവേഴ്സിന് എക്സാമ്പിളാണ് ക്രോട്ടലേറിയ, ലൂക്കാസ് ഒക്കെ. ഓക്കെ, ലൂക്കാസ് തുമ്പപ്പൂവിനെയാണ് പറയുന്നത്. സോ അതിനൊക്കെ ഒരൊറ്റ പ്ലെയിനിൽ മാത്രമേ കട്ട് ചെയ്താൽ മാത്രമേ 2 ഈക്വൽ ഹാഫ്സ് ആവാൻ പറ്റൂ. നോർമലി ഇറഗുലർ ആയിട്ടുള്ള ഫ്ലവേഴ്സ്, അതായത് നമ്മൾ നേരത്തെ പറഞ്ഞു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഓരോ സബ് യൂണിറ്റിനും ഈക്വൽ സൈസ് അല്ലാത്ത ഫ്ലവേഴ്സ്, അതായത് ഈ ചില ഫ്ലവേഴ്സിൻ്റെ പെറ്റൽസ് വലുത്, ചിലത് ചെറുത്, ഇങ്ങനെയുള്ള ഫ്ലവേഴ്സ് ആയിരിക്കും യൂഷ്വലി സൈഗോമോർഫിക് ആയിട്ട് ഉണ്ടാവുക. ഓക്കെ, ഇനി അടുത്തതാണ് അസിമെട്രിക് ഫ്ലവേഴ്സ്. അസിമെട്രിക് ഫ്ലവേഴ്സ് എന്ന് വെച്ചാൽ ഒരിക്കലും ഏത് പ്ലെയിനിൽ വെച്ച് നോക്കിയാലും 2 ഈക്വൽ ഹാഫ്സ് ആക്കാൻ പറ്റില്ല. അതിന് എക്സാമ്പിളാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാനയും സ്പാത്തോഡിയോ ഒക്കെ. ഓക്കെ, ഇനി ഫ്ലവറിൻ്റെ അറേഞ്ച്മെൻറ്റിനെ കുറിച്ചാണ് പറയുന്നത്. സോ നമ്മൾ ഫസ്റ്റ് ഈ ഒരു ക്ലാസ് തുടങ്ങുന്നതിൻ്റെ ഫസ്റ്റ് തന്നെ പറഞ്ഞു ഒരു മെയിൻ സ്റ്റോക്ക്, അതായത് തലാമസ് ആണ് ആക്സിസ് എന്ന് പറയുന്നത്. ഈ ആക്സിസിൻ്റെ മേലെ ആയിട്ടാണ് ഫ്ലോറൽ ലീവ്സ്, അതായത് മോഡിഫൈഡ് ആയിട്ടുള്ള ലീവ്സ് ആയിട്ടുള്ള ഈ ഫ്ലോറൽ അപ്പൻഡേജസ്, കാലിക്സ്, കൊറോള, ആൻഡ്രീഷ്യം, ഗൈനീഷ്യം വെച്ചിരിക്കുന്നത്. സോ ഓരോ ഈ 4 വേൾഡ്സും ഓരോ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ടുള്ള സ്ട്രാക്റ്റ് ആയിട്ടാണ് നോർമലി അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ആദ്യത്തെ ഒരു വേള് കാലിക്സ്, അടുത്ത സ്ട്രാക്റ്റ് ആയിട്ട് കൊറോള, അടുത്ത സ്ട്രാക്റ്റ് ആയിട്ട് ഗൈനീഷ്യം, അങ്ങനെ ഡിസ്റ്റിങ്ക്റ്റ് ആയിട്ട് ഉള്ള സ്ട്രാറ്റാസ് ആയിട്ടാണ് ഈ 4 വേൾഡ്സും അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇതിനെയാണ് സൈക്ലിക് എന്ന് പറയുന്നത്. സോ മെജോറിറ്റി ഓഫ് ദി പ്ലാന്റ്സിൻ്റെ കേസിലും സൈക്ലിക് ആയിട്ടാണ് ഫ്ലോറൽ വേൾഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. പക്ഷെ ചിലതിൻ്റെ കേസിൽ എക്സാമ്പിളാണ് നിംഫിയ, പ്രിമിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. സോ അതിലൊക്കെ
സ്പൈറൽ ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് കാലിക്സിന്റെ ഓരോ സെപ്പൽസും ഇങ്ങനെ സ്പൈറൽ ആയിട്ട് അറേഞ്ച് ചെയ്യും. അതുപോലെ തന്നെ പെറ്റൽസും അതുപോലെ കാർപ്പിൽസും എല്ലാം, സ്റ്റേമെൻസും കാർപ്പിൽസും എല്ലാം സ്പൈറൽ ആയിട്ട് അറേഞ്ച് ചെയ്യും ഈ നിംഫിയുടെ ഒക്കെ കേസിൽ. സോ അതിനെയാണ് സ്പൈറൽ അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ആ ഫ്ലവറിനെയാണ് അസൈക്ലിക് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. സോ ബേസിക്കലി 2 ടൈപ്പ് ഫ്ലവേഴ്സിനെ പറയാം. സൈക്ലിക് ആയിട്ടുള്ളതുകൊണ്ട് അതുപോലെ അസൈക്ലിക് ഫ്ലവേഴ്സും പ്രസന്റ് ആണ്. ഓക്കെ, ഇനി ചില പ്ലാന്റ്സിന്റെ കേസിൽ ഈ ഒരു ഫ്ലവറിൽ ഫ്ലോറൽ വേൾഡ്സ് നോക്കുകയാണെങ്കിൽ സൈക്ലിക് ആയിട്ടും അസൈക്ലിക് ആയിട്ടും അറേഞ്ച് ചെയ്തിട്ട് കാണാം. എക്സാമ്പിൾ ആണ് അനോന. അനോനിന്റെ കേസിലാണെങ്കിൽ ആ ഔട്ടർ വേൾഡ്സ്, അതായത് കാലിക്സും കൊറോളയും സൈക്ലിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്തത്. അതായത് ആദ്യം ഒരു വോൾ ഓഫ് കാലിക്സ്, അതായത് ഒരു വോൾ ഓഫ് സെപ്പൽസ് ഒരു സ്ട്രാറ്റായിട്ട് പ്രസന്റ് ആയിരിക്കും. അതിന് തൊട്ട് ഉള്ളിലായിട്ട് ഒരു വോൾ ഓഫ് പെറ്റൽസും പ്രസന്റ് ആയിരിക്കും. പിന്നെ ബാക്കിയുള്ളത്, അതായത് ബാക്കിയുള്ള എസെൻഷ്യൽ ഓർഗൻസ് എല്ലാം സ്പൈറൽ മാനറിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അതായത് ആദ്യത്തെ 2 വോൾസ് സെപ്പിൾസും പെറ്റൽസും സൈക്ലിക് ആയിട്ടും ബാക്കിയുള്ള വേൾഡ്സ് സ്പൈറൽ ആയിട്ടും അറേഞ്ച് ചെയ്തിരിക്കുന്നു. ഇതിനെയാണ് ഹെമി സൈക്ലിക് അല്ലെങ്കിൽ സ്പൈറോസൈക്ലിക് അറേഞ്ച്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, നോർമലി സൈക്ലിക് ആയിട്ടാണ് അറേഞ്ച് ചെയ്യുന്നത്. ചില പ്ലാന്റ്സിന്റെ കേസിൽ അസൈക്ലിക് ആയിട്ട്, അതായത് സ്പൈറൽ മാനറിൽ അറേഞ്ച് ചെയ്യുന്നുണ്ട്. ആൻഡ് ഇനി ചില പ്ലാന്റ്സ്, എക്സാമ്പിൾ അനോന, അതിന്റെ കേസിൽ സ്പൈറോസൈക്ലിക് അല്ലെങ്കിൽ ഹെമി സൈക്ലിക് അറേഞ്ച്മെന്റ് ആണ് കാണുന്നത്. ഇനി അടുത്തതാണ് നമ്മൾ കാലിക്സിനെ കുറിച്ചാണ് പറയുന്നത്. കാലിക്സ് എന്ന് വെച്ചാൽ, സോ ഇതിലെ ഏറ്റവും ഔട്ടർ മോസ്റ്റ് ആയിട്ടുള്ള വേൾഡിനെയാണ് നമ്മൾ കാലിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീൻ കളേർഡ് ആണ് യൂഷ്വലി ഉണ്ടാവുക. അതുപോലെ ഇതിൻ്റെ സ്ട്രക്ചറും വീനേഷനും ഒക്കെ നോക്കിയാൽ ഒരു ഫോളിയേജ് ലീഫ്, അതായത് സാധാ ലീഫിനെ പോലെയാണ് കാണുക. സോ ഈ ഔട്ടർ മോസ്റ്റ് ലെയറിനെയാണ് നമ്മൾ കാലിക്സ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഇൻഡിവിജ്വൽ പാർട്ടിനെ അല്ലെങ്കിൽ കോമ്പോണന്റിനെയാണ് നമ്മൾ സെപ്പൽ എന്ന് പറയുന്നത്. ഓരോ കാലിക്സിന്റെ ആ ഒരു ഇതളിനെ ആയിട്ടാണ് സെപ്പൽ എന്ന് പറയുന്നത്. ഇനി സെപ്പില് ചിലപ്പോൾ പെറ്റലോയിഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതായത് പെറ്റലോയിഡ് സെപ്പൽ, അതായത് പെറ്റല് പോലെയുള്ള സെപ്പൽ, അതിനെയാണ് പെറ്റലോയിഡ് സെപ്പൽ എന്ന് പറയുന്നത്. ചില പ്ലാന്റ്സിൽ സെപ്പൽസ് ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും, അതായത് പെറ്റലിനെ പോലെ കളർഫുൾ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇതിനെയാണ് പെറ്റലോയിഡ് സെപ്പൽസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മുസാണ്ട. ഇങ്ങനെ ആലോചിച്ചാൽ മതി, മാറിപ്പോയത്. സെപ്പലോയിഡ് പെറ്റലും പെറ്റലോയിഡ് സെപ്പലും മാറിപ്പോയത്. പെറ്റലോയിഡ് സെപ്പൽ എന്ന് വെച്ചാൽ പെറ്റലിനെ പോലെയുള്ള സെപ്പൽ, അതായത് സെപ്പൽ ബ്രൈറ്റ്ലി കളേർഡ് ആണെങ്കിൽ അതിനെയാണ് പെറ്റലോയിഡ് സെപ്പൽ എന്ന് പറയുന്നത്. മുസാണ്ടയുടെ കേസിൽ ഇങ്ങനെ പെറ്റലോയിഡ് സെപ്പലാണ്. സോ ഇവർ ഓഫ് കോഴ്സ് നമ്മളുടെ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും ഇവർ ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ടുണ്ടാവുക. ഇനി വെരി റെയർ കേസിലാണെങ്കിൽ കാലിക്സ് പാപ്പസ് ഹെയറി ആയിട്ടുള്ള സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്യും. അതിനെയാണ് പാപ്പസ് എന്ന് പറയുന്നത്. കാലിക്സ് മോഡിഫൈഡ് ടു ഹെയറി സ്ട്രക്ചർ. എക്സാമ്പിൾ ആണ് ട്രൈഡാക്സ്, വെർണോണിയ, മുയൽച്ചെവിനെയാണ് വെർണോണിയ എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് പാപ്പസിന് എക്സാമ്പിൾ ആയിട്ടുള്ളത്. അതായത് ഈ ഒരു കാലിക്സ് ഹെയറി സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്യുക. സോ അതെന്താണ്, ഈ സീഡ് ആവുമ്പം ഈ ഒരു ഹെയറി ആയിട്ടുള്ള കാലിക്സ് അതിൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ വിൻഡിലൂടെ സീഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ അതുകൊണ്ടാണ് പാപ്പസ് സ്ട്രക്ചറായിട്ട് മോഡിഫൈ ചെയ്യുന്നത്. അടുത്തതാണ് ബാൾസാമിലൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ സെപ്പൽസ് ഒരു ട്യൂബ് പോലെയുള്ള സ്ട്രക്ചർ ഫോം ചെയ്യുന്നുണ്ട്. ട്യൂബുലാർ സ്ട്രക്ചർ സെപ്പൽ ഫോം ചെയ്യുന്നതിനാണ് സ്പർ എന്ന് പറയുന്നത്. ഓക്കെ, വൺ ഓഫ് ദി സെപ്പൽസ് ഫോം ട്യൂബുലാർ സ്ട്രക്ചർ ഇൻ ബാൾസം. ഇതിനെയാണ് സ്പർ എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കാലിക്സിന്, അതായത് കാലിക്സ് വിത്ത് സ്പർ ഈസ് കോൾഡ് സ്പർഡ് കാലിക്സ്.
ഓക്കെ, ഇനി പോളിസെപ്പാലസും പ്രസന്റ് ആണ്, അതുപോലെ തന്നെ ഗാമോസെപ്പാലസും പ്രസന്റ് ആണ്. പോളിസെപ്പാലസ് എന്ന് പറയുന്നത് ഓരോ സെപ്പൽസും ഫ്രീ ആണെങ്കിൽ അതിനെയാണ് പോളിസെപ്പാലസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് അനോന. ഇനി ഈ സെപ്പൽസ് എല്ലാം ഫ്യൂസ്ഡ് ആണെങ്കിൽ, അതായത് ഇപ്പം കാലിക്സിന്റെ ഓരോ ഇൻഡിവിജ്വൽ യൂണിറ്റിനെയാണ് നമ്മൾ സെപ്പൽ എന്ന് പറയുന്നത്. ഈ ഇൻഡിവിജ്വൽ യൂണിറ്റ് എല്ലാം കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു കപ്പ് പോലെയാണ് നിൽക്കുന്നത് വെച്ചാൽ അതിനെയാണ് ഗാമോസെപ്പാലസ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് ഹിബിസ്കസ്. ചെമ്പരത്തിയുടെ കാലിക്സ് നോക്കിയാൽ ഗാമോസെപ്പാലസ് ആണ്, അതായത് അവർ ഫ്യൂസ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. ഓക്കെ, സെപ്പൽസ് ഒന്നെങ്കിൽ പോളിസെപ്പാലസ് ആവാം അല്ലെങ്കിൽ ഗാമോസെപ്പാലസ് ആയിരിക്കാം. ഗാമോ എന്ന് വെച്ചാൽ ഫ്യൂസ്ഡ് ആയിട്ടായിരിക്കും സെപ്പൽസ് പ്രസന്റ് ആയിട്ടുള്ളത്. ഓക്കെ, പെറ്റലോയിഡ് സെപ്പൽ എന്ന് വെച്ചാൽ പെറ്റൽ ലൈക്ക് സെപ്പൽ, അതായത് സെപ്പല് അട്രാക്റ്റീവ് ആയിട്ടുള്ള കളർഫുൾ ആയിട്ടുള്ളതിനെയാണ് പെറ്റലോയിഡ് സെപ്പൽ എന്ന് പറയുന്നത്. ദെൻ പാപ്പസ് എന്ന് പറയുന്നത് സെപ്പൽസ് മോഡിഫൈ ചെയ്തിട്ട് ഹെയറി ലൈക്ക് സ്ട്രക്ചർ ആയിട്ട് മാറും. സോ സീഡിന്റെ ഡിസ്പേഴ്സലിന് അത് ഹെൽപ്ഫുൾ ആണ്. പിന്നെ സ്പർ എന്ന് പറയുന്നത് വൺ ഓഫ് ദി സെപ്പൽ ഫോം എ ട്യൂബുലാർ സ്ട്രക്ചർ ഇൻ ബാൽസം. ഒരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനെയാണ് സ്പർ എന്ന് പറയുന്നത്. ഇനി ഒരു സെപ്പലിന്റെ ഫേറ്റിനനുസരിച്ച്, അതിന്റെ ഒരു പെർസിസ്റ്റൻസിനനുസരിച്ച് സെപ്പൽസ് നാലായിട്ട് ഡിവൈഡ്, 4 ടൈപ്പ് ഉണ്ട്. ആദ്യത്തേതാണ് കാഡുക്കോസ് കാലിക്സ്. ഓക്കെ, ഇതെന്താന്ന് വെച്ചാൽ കാലിക്സിന്റെ 4 ഡിവിഷനാണ് പറയുന്നത്. അതിൽ ആദ്യത്തേതാണ് കാഡുക്കോസ് കാലിക്സ്. അതായത് ഒരു ഫ്ലവർ ഓപ്പൺ ചെയ്യുമ്പോൾ, നമുക്കറിയാം ആദ്യം ഫ്ലവർ ബഡ് ആയിട്ടാണ് ഉണ്ടാവുക. ഈ ബഡ് വലുതായിട്ട് അത് ഓപ്പൺ ചെയ്യും. സോ ഓപ്പൺ ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കിനും സെപ്പൽസ് അതിൽ നിന്ന് കൊഴിഞ്ഞു പോവുകയാണെങ്കിൽ അതിനെയാണ് കാഡുക്കോസ് കാലിക്സ് എന്ന് പറയുന്നത്. സെപ്പൽസ് ഫോൾ ഓഫ് സൂൺ ആഫ്റ്റർ ഓപ്പണിംഗ്. പോപ്പി ചെടിയുടെ ഒക്കെ കേസിൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, സോ സെപ്പൽസ് ഫോൾ ഓഫ് സൂൺ ആഫ്റ്റർ ഫ്ലവർ ഓപ്പണിംഗ്. ഫ്ലവർ ഓപ്പൺ ചെയ്യുന്ന ടൈം ആകുമ്പോഴേക്കിനും സെപ്പൽസ് അതിൽ നിന്ന് കൊഴിഞ്ഞു പോകും. അടുത്തത് ഡെസീഡിയസ് കാലിക്സ് ആണ്. ഇത് രണ്ടും മാറിപ്പോയത്. ഡെസീഡിയസ് കാലിക്സ് എന്ന് പറയുന്നത് സെപ്പൽസ് കൊഴിഞ്ഞു പോകും അലോങ് വിത്ത് പെറ്റൽസ്. ഓക്കെ, സെപ്പൽസും പെറ്റൽസും ഒരുമിച്ച് കൊഴിഞ്ഞു പോകുന്നതിനെയാണ് ഡെസീഡിയസ് കാലിക്സ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ആണ് മസ്റ്റാർഡ്. മസ്റ്റാർഡ് എന്ന് പറയുന്നത് കടുകിന്റെ ചെടിനെയാണ്. സെപ്പൽസ് ഫോൾ ഓഫ് ടുഗദർ വിത്ത് പെറ്റൽസ്. സെപ്പൽസും പെറ്റൽസും ഒരുമിച്ച് കൊഴിഞ്ഞു പോകും. ഇതിനെയാണ് ഡെസീഡിയസ് കാലിക്സ് എന്ന് പറയുന്നത്. അടുത്തതാണ് പെർസിസ്റ്റന്റ് കാലിക്സ്. അതായത് സെപ്പൽസ്, കാലിക്സിന്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ് സെപ്പൽസ്. ഈ സെപ്പൽസ് കൊഴിഞ്ഞു പോവില്ല. ഫ്രൂട്ടായിട്ട് നമ്മൾ പറഞ്ഞു ഓവറി, അതായത് ഗൈനീഷ്യത്തിന്റെ ബേസൽ പാർട്ടായിട്ടുള്ള ഓവറി ഫ്രൂട്ടായിട്ട് മാറുമ്പോൾ അതിൻ്റെ കൂടെ ഈ സെപ്പൽസ് പെർസിസ്റ്റന്റ് ആയിട്ട് അതിൻ്റെ കൂടെ അറ്റാച്ച് ചെയ്ത് നിൽക്കും. എക്സാമ്പിളാണ് ബ്രിഞ്ചോൾ. നമ്മളൊരു ബ്രിഞ്ചോൾ നോക്കിയാൽ കാണാം അതിൻ്റെ ഫ്രൂട്ട്, അതായത് ഓവറിയാണ് ലേറ്റർ ഗൈനീഷ്യത്തിൻ്റെ ബേസൽ പാർട്ടായിട്ടുള്ള ഓവറിയാണ് ഒരു ഫെർട്ടിലൈസേഷൻ കഴിഞ്ഞാൽ ഫ്രൂട്ടായിട്ട് മാറുന്നത്. സോ ബ്രിഞ്ചോളിൻ്റെ കേസിൽ ആ ഒരു വയലറ്റ് ഫ്രൂട്ടിൻ്റെ ഏറ്റവും ബേസിലായിട്ട് ഒരു ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള പെർസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാലിക്സ് പ്രസൻ്റ് ആയിരിക്കും. ഓക്കെ, അടുത്തതാണ് അക്രസെന്റ് കാലിക്സ്. അക്രസെന്റ് കാലിക്സ് എന്ന് പറയുന്നത് ഈ സെപ്പൽസ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും. സെപ്പൽസ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഫ്രൂട്ടിൻ്റെ മേലെ ഇവർ ഗ്രോ ചെയ്യാൻ തുടങ്ങും. ഇതിനെയാണ് അക്രസെന്റ് കാലിക്സ് എന്ന് പറയുന്നത്. സോ ഒരു ഓവറി ഫ്രൂട്ടായിട്ട് ഡെവലപ്പ് ചെയ്താൽ അതിൽ ഈ കാലിക്സ് പെർസിസ്റ്റൻ്റ് ആയിരിക്കും. അതായത് കാലിക്സ് അതിൻ്റെ മേലെ തന്നെ ഉണ്ടാവും. പ്ലസ് അവർ കണ്ടിന്യൂ ചെയ്യും ഗ്രോത്ത് അവരുടെ ഗ്രോത്ത് നടന്നുകൊണ്ടിരിക്കും. ഇതിനെയാണ് അക്രസെന്റ് കാലിക്സ് എന്ന് പറയുന്നത്. ആദ്യം കാഡുക്കോസ് കാലിക്സ് എന്ന് പറഞ്ഞു. അതിലെന്താണ്, ഫ്ലവർ ഓപ്പൺ ചെയ്യുമ്പോഴേക്കിനും സെപ്പൽസ് കൊഴിഞ്ഞു പോകും. ദെൻ ഡെസീഡിയസ് കാലിക്സ്
പെറ്റൽസും സെപ്പൽസും ഒരുമിച്ച് കൊഴിഞ്ഞു പോവുക. സെപ്പൽസ് ഫോൾ ഓഫ് ടുഗദർ വിത്ത് പെറ്റൽസ്. ഇതിനാണ് ഡെസിഡിയസ് കാലിക്സ് എന്ന് പറയുന്നത്. തേർഡ് വണ്ണാണ് പേഴ്സിസ്റ്റന്റ് കാലിക്സ്. ബ്രിഞ്ചോളിന്റെ ഒക്കെ കേസിലുള്ളതുപോലെ സെപ്പൽസ് ഡു നോട്ട് ഫോൾ ഓഫ് ബട്ട് പേഴ്സിസ്റ്റ് ഓൺ ദി ഫ്രൂട്ട്. ഫ്രൂട്ടിന്റെ മേലെ പേഴ്സിസ്റ്റ് ആയിട്ട് അതിന്റെ കൂടെ തന്നെയായിട്ട് സെപ്പൽസ് നിൽക്കും. ദെൻ അക്രസന്റ് കാലിക്സ്. ഫ്രൂട്ടിന്റെ മേലെ കാലിക്സ് പ്രസന്റ് ആയിരിക്കും. ഫ്രൂട്ട് ആവുന്നത് വരെ അവർ പേഴ്സിസ്റ്റ് ചെയ്യും. പ്ലസ് ഈ കാലിക്സ് അവരുടെ ഗ്രോത്ത് കണ്ടിന്യൂ ചെയ്തുകൊണ്ട് നിൽക്കും. എന്നിട്ട് ഒരു ലൂസ് ജാക്കറ്റ് പോലെ ഒരു ആ ഫ്രൂട്ടിന്റെ മേലെ ഫോം ചെയ്യുന്നുണ്ട് കേട്ടോ. അവർ ഗ്രോ ചെയ്തിട്ട് ഒരു ലൂസ് ജാക്കറ്റ് പോലെ അതിന്റെ മേലെ ഫോം ചെയ്യും. സോ ഇതാണ് അക്രസന്റ് കാലിക്സ്. സോ ഇത്ര ടൈപ്പ് കാലിക്സ് ആണ് അവരുടെ ഫേറ്റ് അനുസരിച്ച് ഉള്ളത്. ഇനി അടുത്തത് പറയുന്നത് ഒരു കാലിക്സിന്റെ ഫംഗ്ഷൻ ആണ്. ഓക്കെ, നമ്മൾ പറഞ്ഞു ഏറ്റവും ഔട്ടർ വേളാണ് കാലിക്സ് എന്ന്. സോ ആ കാലിക്സിന്റെ ഫംഗ്ഷൻ ആണ് പറയുന്നത്. സോ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ തന്നെയാണ്. അതായത് പെറ്റൽസിനെയാണെങ്കിലും, പെറ്റൽസ് ഹൈലി തിൻ ഡെലിക്കേറ്റ് സ്ട്രക്ചർ ആണ്. സോ അതിനെയാണെങ്കിലും എസെൻഷ്യൽ ഓർഗൻ, അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് ഓർഗൻസ്, ആൻഡ്രീഷ്യത്തിനെയും ഗൈനീഷ്യത്തിനെയും ഒക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക തന്നെയാണ്. ബഡൊക്കെ ആകുമ്പം അതിനെ കംപ്ലീറ്റ്ലി പ്രൊട്ടക്റ്റ് ചെയ്യൽ തന്നെയാണ് ഈ ഔട്ടർ വേളായിട്ടുള്ള പെറ്റൽസിന്റെ മെയിൻ ഫംഗ്ഷൻ. പിന്നെ നമ്മൾ പറഞ്ഞു നോർമലി സെക്കൻഡ് എന്ന് പറയുന്നത് സെപ്പൽസ് ഗ്രീൻ കളേർഡ് ആണെന്ന് പറഞ്ഞു. ഓക്കെ, നോർമൽ കേസിൽ പെറ്റലോയിഡ് സെപ്പൽസും പ്രസന്റ് ആണ്. പക്ഷെ ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള സെപ്പൽസിനാണെങ്കിൽ ഗ്രീൻ കാലിസ് ക്യാൻ പെർഫോം ഫോട്ടോസിന്തസിസ് ടു ആൻ എക്സ്റ്റെന്റ്. ആ ഗ്രീൻ കളറിന് കാരണം ക്ലോറോപ്ലാസ്റ്റ് ആണ്, പിഗ്മെന്റ്സ് ആണ്, അതിൻ്റെ ഉള്ളിലുള്ള ക്ലോറോഫിൽസ് ആണ്. സോ അതിന് ഫോട്ടോസിന്തസിസ് നടത്താൻ പറ്റും. സോ അതും ഒരു ഫംഗ്ഷൻ ആയിട്ട് പറയാം. Okay, the sepals are green, the calyx perform photosynthesis to some extent. ഇനി അടുത്തതാണ് കാലിക്സ് കളേർഡ് ആണെങ്കിൽ. നമ്മൾ പറഞ്ഞു പെറ്റലോയിഡ് സെപ്പലൊക്കെ പ്രസന്റ് ആണെന്ന്. ഇങ്ങനെ കാലിക്സ് കളേർഡ് ആണെങ്കിൽ, അതായത് ഷോവി പെറ്റലോയിഡ്, ഷോവി ആണ്, അതുപോലെ ഒരു പെറ്റലോയിഡ് ആയിട്ടാണ് ഉള്ളത് വെച്ചാൽ അവർക്ക് പോളിനേഷന് ഹെൽപ്പ് ചെയ്യാം. ഓക്കെ, പോളിനേഷന് ഹെൽപ്പ് ചെയ്യാന്ന് വെച്ചാൽ ഇതിൻ്റെ ആ ഒരു കളറ് കണ്ടിട്ട് ഇൻസെക്റ്റ് അല്ലെങ്കിൽ അങ്ങതുപോലെയുള്ള പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാം. സോ അതും ഒരു ഫംഗ്ഷനാണ്. എല്ലാ കാലിക്സും കളേർഡ് അല്ല, വളരെ കുറച്ച് കാലിക്സ് മാത്രമേ കളേർഡ് ആയിട്ടുള്ളൂ. ഇതിനെയാണ് പെറ്റലോയിഡ് കാലിക്സ് എന്ന് പറയുന്നത്. ആൻഡ് ദേ ഹെൽപ്സ് ഇൻ പോളിനേഷൻ. ഇനി അടുത്ത ഫംഗ്ഷനാണ്, നമ്മൾ പറഞ്ഞു കാലിക്സ് മോഡിഫൈ ചെയ്തിട്ട് പാപ്പസ് ഹെയർസ് ഫോം ചെയ്യുന്നുണ്ടെന്ന്. കാലിക്സ് മോഡിഫൈഡ് ടു പാപ്പസ് ഹെയർസ് ആൻഡ് ദേ ഹെൽപ്പ് ഇൻ സീഡ് ഡിസ്പേഴ്സൽ ബൈ വിൻഡ്. ഓക്കെ, അവർ ഈ ഒരു സീഡിന്റെ മേലെ പേഴ്സിസ്റ്റഡ് ആയിരിക്കും. സോ അത് സീഡ് ഡിസ്പേഴ്സലിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. സോ ഇത്രയുമാണ് കാലിക്സിന്റെ ഫംഗ്ഷൻ ആയിട്ട് പറയുന്നത്. സോ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ തന്നെയാണ്. ഈ ഡെലിക്കേറ്റ് പെറ്റൽസിനെയും അതുപോലെ എക്സെൻഷ്യൽ ഓർഗൻസിനെയും പ്രൊട്ടക്റ്റ് ചെയ്യലാണ് മെയിൻ ഫംഗ്ഷൻ. സോ ഇത്രയ്ക്കുമാണ് കാലിക്സിനെ കുറിച്ച് പഠിക്കാനുള്ളത്. അടുത്തതാണ് കാലിക്സിന് തൊട്ടുള്ളിലായിട്ടുള്ള കൊറോള. ഓക്കെ, കൊറോള എന്ന് പറയുന്നത് സെക്കൻഡ് ഫ്ലോറൽ ഓർഗനാണ്. അതായത് കാലിക്സിനും ആൻഡ്രീഷ്യത്തിനും നടുവിലായിട്ട് സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്ന ഓർഗനാണ് കൊറോള. situated between calyx and andrecium and composed of a single wall of petals. സോ അവരുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സിനെയാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. ഓക്കെ, കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്, അതിൻ്റെ ഓരോ ഇതളിനെയാണ് പെറ്റൽസ് എന്ന് പറയുന്നത്. ഈ പെറ്റൽസ് എന്ന് വെച്ചാൽ ദേ ആർ ജനറലി തിൻ, ഡെലിക്കേറ്റ്, ബ്രൈറ്റ്ലി കളേർഡ് ആൻഡ് സംടൈംസ് സ്വീറ്റ് സ്മെല്ലിങ്. ഓക്കെ, വളരെ ഡെലിക്കേറ്റ് ആയിട്ടിരിക്കും. നമ്മൾ ചെമ്പരത്തിയുടെ ഒക്കെ ഫ്ലവറൊക്കെ തന്നെ തൊട്ട് നോക്കിയാൽ അറിയാം, പെട്ടെന്ന് അതിന് എന്താ പറയുക, ഹൈലി തിന്നായിട്ടുള്ള സ്ട്രക്ചറാണ്. അതുപോലെ തന്നെ ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും. റെഡ്, യെല്ലോ, ഓറഞ്ച് ഇതുപോലെയുള്ള ബ്രൈറ്റ് കളേർഡ് ആയിരിക്കും. അതുപോലെ വൈറ്റ് കളറുള്ളതും പ്രസൻ്റ് ആണ് കേട്ടോ. അതുപോലെ ചില ടൈമിൽ ഹൈലി സ്വീറ്റ് സ്മെല്ലിംഗ് ആയിരിക്കും ഇതിനുണ്ടാവാം. സോ ഇതിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ആ ഒരു ഫ്ലവറിലോട്ടേക്ക്
ഇൻസെക്റ്റിനൊക്കെ അട്രാക്റ്റ് ചെയ്യാണ്. സോ ഇവരാണ് പോളിനേഷൻ നടത്തുന്നത്. അതായത് മെയിൽ ആൻഡ്രീഷ്യത്തിൽ പ്രസന്റ് ആയിട്ടുള്ള പോളനിനെ ഈ ഗൈനീഷ്യത്തിൻ്റെ സ്റ്റിഗ്മയിലോട്ടേക്ക് കൊണ്ടുവരാൻ സഹായിക്കുന്ന ഇൻസെക്ട്സ്, ഇവരെ അട്രാക്റ്റ് ചെയ്യലാണ് ഈ ഒരു ബ്രൈറ്റ് കളറിൻ്റെ ഒക്കെ, അതായത് ഈ പെറ്റൽസിൻ്റെ മെയിൻ ഫങ്ഷനായിട്ട് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പെറ്റലോയിഡ് സെപ്പൽ പ്രസന്റ് ആണ്, അതായത് കാലിക്സ് പെറ്റലിനെ പോലുള്ളത് പ്രസന്റ് ആണെന്ന്. അതുപോലെ തന്നെ സെപ്പലോയിഡ് പെറ്റൽസ് പ്രസന്റ് ആണ്, അതായത് പെറ്റൽസ് സെപ്പലിനെ പോലുള്ള സെപ്പലോയിഡ് പെറ്റൽസ്, അതായത് സെപ്പൽ ലൈക്ക് പെറ്റൽസ്, സെപ്പലിനെ പോലെയുള്ള പെറ്റൽസും പ്രസന്റ് ആണ്. സെപ്പൽ എങ്ങനെയാണ് ഉണ്ടാവുക? ഗ്രീൻ കളേർഡ് ആയിട്ടായിരിക്കും, അത്ര ഷോവി അല്ലാത്തതാണ് സെപ്പൽസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പെറ്റൽസും ചില ടൈമിൽ തിക്കായിട്ട് സക്കുലന്റ് ഗ്രീൻ കളേർഡ് ആയിട്ടും ഉണ്ടാവാം. ഇതിനെയാണ് സെപ്പലോയിഡ് എന്ന് പറയുന്നത്. ഓക്കെ, സെപ്പലോയിഡ് പെറ്റൽ എന്ന് പറയുന്നത് ഇങ്ങനെ തിക്ക് സക്കുലന്റ് ഗ്രീൻ കളേർഡ് ആയിട്ടുള്ള പെറ്റൽസിനെയാണ്. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു ഡൈക്ലാമൈഡിയസ് ഫ്ലവേഴ്സും പ്രസന്റ് ആണ്, മോണോക്ലാമൈഡിയസ് ഫ്ലവേഴ്സും പ്രസന്റ് ആണ്. ഡൈക്ലാമൈഡിയസ് ഫ്ലവർ എന്ന് വെച്ചാൽ ബോത്ത് കാലിക്സും കൊറോളയും ഒരു ഫ്ലവറിൽ പ്രസന്റ് ആണെങ്കിൽ അതിനെയാണ് ഡൈക്ലാമൈഡിയസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത്. മോണോക്ലാമൈഡിയസ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരൊറ്റൊന്ന്, ഒന്നെങ്കിൽ കാലിക്സ് അല്ലെങ്കിൽ കൊറോള മാത്രമേ ഒരു ഫ്ലവറിൽ പ്രസന്റ് ആയിരിക്കൂ, എസെൻഷ്യൽ വേർഡ്സിൻ്റെ കൂടെ തന്നെ കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു സെപ്പൽസിൻ്റെ കേസിൽ പോളിസെപ്പാലിസും പ്രസന്റ് ആണ്, ഗാമോസെപ്പാലിസും പ്രസന്റ് ആണെന്ന്. പോളിസെപ്പാലിസ് എന്ന് വെച്ചാൽ എന്താണ്? ആ രണ്ടാമത്തെ പിക്ചറിലുള്ളതുപോലെ, അതായത് സെപ്പൽസ് എന്ന് പറയുന്നത് കാലിക്സിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആണ്. ഇവർ ഫ്രീ ആയിട്ടാണ് നിൽക്കുന്നത് വെച്ചാൽ അതിനെയാണ് പോളിസെപ്പാലിസ് എന്ന് പറയുന്നത്. ഇനി ആദ്യത്തെ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഗാമോസെപ്പാലിസ് ആണ്, അതായത് കാലിക്സിൻ്റെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് ആയിട്ടുള്ള സെപ്പൽസ് എല്ലാം കൂടി ഫ്യൂസ് ചെയ്തിട്ട് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് ഉള്ളത്. ഇതിനെയാണ് ഗാമോസെപ്പാലിസ് എന്ന് പറയുന്നത്. ഹിബിസ്കസിൻ്റെ കേസിൽ ഇങ്ങനെ എല്ലാ സെപ്പൽസും ഫ്യൂസ് ചെയ്തിട്ട് ഒരു കപ്പ് ലൈക്ക് സ്ട്രക്ചറാണ് ഉള്ളത്, ചെമ്പരത്തിയുടെ കേസിൽ. സോ ആ ഫസ്റ്റ് പിക്ചറിലുള്ളതാണ് ഗാമോസെപ്പാലിസ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ പെറ്റൽസ് ഒന്നെങ്കിൽ ഗാമോ പെറ്റാലിസ് പ്രസന്റ് ആണ്, അതുപോലെ തന്നെ പോളി പെറ്റാലിസും പ്രസന്റ് ആണ്. ഓക്കെ, അപ്പം പെറ്റൽസ് എന്തായിരിക്കും? പോളി പെറ്റാലിസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഫസ്റ്റ് പിക്ചറിൽ കാണുന്നത് പോലെ, അതായത് ആ പെറ്റൽസ് അല്ലെങ്കിൽ ആ ഒരു ഫ്ലവറിൻ്റെ ഇതളുകൾ ഫ്രീ ആണെങ്കിൽ അതിനെയാണ് പോളി പെറ്റാലിസ് എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തെ പിക്ചറിൽ നോക്കുകയാണെങ്കിൽ ഗാമോ പെറ്റാലിസ് ആണ്, അതായത് ആ കൊറോളയുടെ പെറ്റൽസ് എല്ലാം കൂടി ഫ്യൂസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. അതിനെയാണ് ഗാമോ പെറ്റാലിസ് എന്ന് പറയുന്നത്. ഇഗ്സോറൻ്റെ കേസിൽ അങ്ങനെയാണ്, തെച്ചിയുടെ കേസിൽ ഗാമോ പെറ്റാലിസ് ആണ്. ഓക്കെ, ഇനി നമ്മൾ പോളി പെറ്റാലിസ് നോക്കുകയാണെങ്കിൽ, പോളി പെറ്റാലിസ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് പിക്ചറിലുള്ളതുപോലെ പെറ്റൽസ് ഫ്രീ ആയിട്ടാണ് നിൽക്കുക എന്ന് വെച്ചാൽ ആ ഒരു പെറ്റലിനെയാണ് നമ്മൾ തേർഡ് പിക്ചറിൽ ഇൻഡിവിജ്വൽ പെറ്റലിനെയാണ് കാണിക്കുന്നത്. ഒരു പോളി പെറ്റാലിസ് ആയിട്ടുള്ള പെറ്റലാണ് തേർഡ് പിക്ചറിൽ കാണുന്നത്. സോ അതിൻ്റെ കേസിൽ നോക്കിയാൽ മനസ്സിലാവും, പെറ്റൽസിൻ്റെ ബേസ് നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ലോവർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ നാരോ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, മൂന്നാമത് കാണിക്കുന്നത് ഒരു പോളി പെറ്റാലിസ് ഫ്ലവറിലുള്ള ഒരു പെറ്റലാണ്. സോ അതിൻ്റെ ബേസൽ പോർഷൻ അല്ലെങ്കിൽ ലോവർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു സ്മോൾ നാരോ സ്റ്റോക്ക് ലൈക്ക് സ്ട്രക്ചറാണ്. ഓക്കെ, ഇതിനെയാണ് ക്ലോ എന്ന് പറയുന്നത്. ഇനി അപ്പർ പോർഷൻ നോക്കുകയാണെങ്കിൽ ഒരു എക്സ്പാൻഡഡ് ആയിട്ടുള്ള പോർഷനാണ്. ഇതിനെയാണ് ലിംബ് എന്ന് പറയുന്നത്. പോളിപെറ്റാലിസ് ഫ്ലവേഴ്സിൻ്റെ കേസിൽ ലോവർ പോർഷൻ, പെറ്റൽസിൻ്റെ ലോവർ പോർഷനെയാണ് ക്ലേ എന്ന് പറയുന്നത്. അതൊരു നാരോ ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ, നാരോ
സ്മോൾ നാരോ സ്റ്റോക്ക് ലൈക്ക് ലോവർ പോർഷൻ ആണ് ഉണ്ടാവുക. അതിനെയാണ് ക്ലോ എന്ന് പറയുന്നത്. അപ്പർ പോർഷന് എക്സ്പാൻഡഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. അതിനെയാണ് ലിംബ് എന്ന് പറയുന്നത്. ഓക്കെ, ഇങ്ങനെയുള്ള പെറ്റൽസിനെയാണ് ക്ലോവ്ഡ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലോ എന്ന് പറയുന്നത് ലോവർ പോർഷനും എക്സ്പാൻഡഡ് ആയിട്ടുള്ള അപ്പർ പോർഷനെയാണ് ലിംബ് എന്ന് പറയുന്നത് പോളിപെറ്റാലസിന്റെ കേസിൽ. ഇനി ഗാമോപെറ്റാലസിന്റെ കേസിൽ, അതായത് 4ാമത്തെ പിക്ചർ കാണിക്കുന്നത് ഒരു ഗാമോപെറ്റാലസ് ഫ്ലവർ ആണ്. അതിലെ പെറ്റൽസ് നോക്കിയാൽ വൈറ്റ് കളേർഡ് ആയിട്ടുള്ള പെറ്റൽസ് നോക്കിയാൽ ഫ്യൂസ്ഡ് ആയിട്ടാണ് ഉള്ളത്. സോ ഇതിന്റെ ഈ പെറ്റൽസിന്റെ ബേസൽ പോർഷൻ അല്ലെങ്കിൽ ലോവർ പോർഷൻ നോക്കിയാൽ ഒരു ട്യൂബ് പോലെയാണ് കാണുന്നത്. ആ വൈറ്റ് ഫ്ലവറിന്റെ ലോവർ പോർഷൻ നോക്കിയാൽ ഒരു ട്യൂബ് പോലെയാണ് കാണുന്നത്. ഇതിനെ ട്യൂബ് എന്ന് തന്നെയാണ് പറയുന്നത്. ഇൻ ദി ഗാമോപെറ്റാലസ് കൊറോള ദി ലോവർ പോർഷൻ ഈസ് നോൺ ആസ് ട്യൂബ്, ട്യൂബ് എന്നാണ് പറയുന്നത്. ആൻഡ് ദി അപ്പർ പോർഷൻ ഈസ് കോൾഡ് ലിംബ്. എക്സ്പാൻഡഡ് ആയിട്ടുള്ള അപ്പർ പോർഷനെ ലിംബ് എന്നാണ് പറയുന്നത്, ലോവർ പോർഷനെ ട്യൂബ് എന്നാണ് പറയുന്നത്. പോളിപെറ്റാലസിന്റെ കേസിൽ ക്ലോവ്ഡ് ഫ്ലവേഴ്സ് ആണെങ്കിൽ, അതായത് ലോവർ പോർഷന് ഒരു നാരോ സ്ട്രക്ചർ ആണെങ്കിൽ അതിനെയാണ് ക്ലോ എന്ന് പറയുന്നത്. അപ്പർ പോർഷൻ എക്സ്പാൻഡഡ് ആകുമ്പോൾ അതിന് ലിംബ് എന്നും പറയും. ഗാമോപെറ്റാലസിന്റെ കേസിലാണെങ്കിൽ ലോവർ പോർഷൻ ട്യൂബ് ലൈക്ക് ആയിരിക്കും ഉണ്ടാവുക, അതുപോലെ അപ്പർ പോർഷന് എക്സ്പാൻഡഡ് ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഇനി ചില കേസിൽ, ചില ഫ്ലവേഴ്സിന്റെ കേസിൽ കൊറോള, അതായത് അതിൻ്റെ ആ ഒരു ഇതളിനെയാണ് കൊറോള എന്ന് പറയുന്നത്. പെറ്റൽസ് ആണ് കൊറോളയുടെ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ്. സോ ഇവർക്ക് ഒരുപാട് ഔട്ട് ഗ്രോത്ത് പ്രസന്റ് ആയിരിക്കും. എ നമ്പർ ഓഫ് ഔട്ട് ഗ്രോത്ത്സ് ഡെവലപ്പ് ഫ്രം കൊറോള. സോ ഇതിനെയാണ് നമ്മൾ കൊറോണൽ ഔട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത്. അതായത് ഇൻ സം കേസസ് കൊറോള ഡെവലപ്സ് എ നമ്പർ ഓഫ് ഔട്ട് ഗ്രോത്ത്സ് ഓർ അപ്പൻഡേജസ് വിച്ച് മേ ബി ഇൻ ദി ഫോം ഓഫ് സ്മോൾ ലോബ്സ് ഓർ ലോങ് ഹെയറി സ്ട്രക്ചർ. സോ ആ പിക്ചറിൽ നോക്കിയാൽ ഹെയറി ലൈക്ക് കൊറോണൽ ഔട്ട് ഗ്രോത്ത്സ് പ്രസന്റ് ആയിരിക്കും. ഇതിനെ കളക്റ്റീവായിട്ട് കൊറോണ എന്നും പറയും. ഓക്കെ, കൊറോണൽ ഔട്ട് ഗ്രോത്ത് അല്ലെങ്കിൽ കൊറോണ എന്ന് പറയുന്നത് ഈ ഒരു പെറ്റൽസിൽ നിന്ന് വരുന്ന ഔട്ട് ഗ്രോത്ത്സിനെയാണ്. അതൊന്നെങ്കിൽ കുറച്ച് സ്മോൾ ലോബായിട്ടായിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഹെയറി ആയിട്ടുള്ള സ്ട്രക്ചർ ആയിരിക്കും ഉണ്ടാവുക. സോ ഇതിനെയാണ് കൊറോണ അല്ലെങ്കിൽ കൊറോണൽ ഔട്ട് ഗ്രോത്ത്സ് എന്ന് പറയുന്നത്. സോ ഇവര് പാഷൻ ഫ്രൂട്ടിനൊക്കെ ഫ്ലവർ നോക്കിയാൽ ഇങ്ങനെയുള്ള കുറേ ഹെയറി ആയിട്ടുള്ള കൊറോണൽ ഔട്ട് ഗ്രോത്ത്സ് കാണും. ഇത് മെയിനായിട്ട് ഇൻസെക്റ്റിനൊക്കെ അട്രാക്ട് ചെയ്യിക്കാൻ വേണ്ടി തന്നെയാണ് ഉള്ളത്. ഇനി അടുത്തതാണ് പാപ്പിലോണേഷ്യസ് ഫ്ലവേഴ്സ്. അതായത് പാപ്പിലോണേസിയയിൽ വരുന്നതാണ്. പയറിൻ്റെ ഒക്കെ ഫ്ലവർ നോക്കിയാൽ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. അതായത് കൊറോളയുടെ ചില പെറ്റൽസ് ബട്ടർഫ്ലൈ ലൈക്ക് ആയിരിക്കും. അതായത് എക്സ്പാൻഡഡ് ആയിട്ടുള്ള ലാർജ് ബട്ടർഫ്ലൈ ലൈക്ക് പെറ്റൽസ് പ്രസന്റ് ആണെങ്കിൽ അതിനെയാണ് പാപ്പിലോണേഷ്യസ് എന്ന് പറയുന്നത്. ഓക്കെ, കൊറോണൽ ഔട്ട് ഗ്രോത്ത് എന്ന് പറയുന്നത് പാസിഫ്ലോറ, അതായത് പാസിഫ്ലോറയിൽ വരുന്നതാണ് പാഷൻ ഫ്രൂട്ട് ഒക്കെ. സോ അവർക്കൊക്കെ ഇങ്ങനെ ഈ കൊറോളയിൽ നിന്ന് കുറേ ഔട്ട് ഗ്രോത്ത്സ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഇത് അഡീഷണൽ ആയിട്ട് ഈ ഇൻസെക്റ്റിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടി തന്നെയാണുള്ളത്. ഇനി പാപ്പിലോണേഷ്യസ് എന്ന് പറയുന്നത് വിങ്ഡ് ആയിട്ട്, അതായത് ബട്ടർഫ്ലൈ ലൈക്ക് കൊറോളനെയാണ് പാപ്പിലോണേഷ്യസ് എന്ന് പറയുന്നത്. എക്സാമ്പിളാണ് പീ പ്ലാന്റ്, ചില ഓർക്കിഡ്സിലൊക്കെ കാണാൻ പറ്റും.